നമസ്കാരം. നിങ്ങൾക്ക് അധികമായിട്ട് തലവേദന, മൈഗ്രെയിൻ, നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, മുടി കൊഴിച്ചിലൊക്കെ അധികമായിട്ടുണ്ട് എന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, പനി, കഫക്കെട്ട്, മൂക്കൊലിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം ഉപയോഗിച്ചിട്ടുള്ള ഒത്തിരിയേറെ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം ഒരുവിധം എല്ലാ വീടുകളിലും തന്നെ കാണുന്ന ഒരു ഔഷധ ചെടിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ അറിവുകൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സജിത തേജി. ഒരേ സമയം ഒന്നിലേറെ രോഗങ്ങൾക്ക് ഔഷധമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് നമ്മുടെ പറമ്പിലൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്ന പൂവാങ്കുരുന്നൽ അല്ലെങ്കിൽ പൂവാങ്കുരുന്നില എന്നുള്ള പ്രാദേശികമായിട്ട് ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സഹദേവി എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. കണ്ണിൻ്റെ പലവിധ അസുഖങ്ങൾക്ക്, അതുപോലെ മുടി കൊഴിച്ചിൽ അധികമായിട്ടുണ്ടെങ്കിൽ, നീരിറക്കം പ്രശ്നങ്ങൾ, തൊണ്ടവേദന, ജലദോഷം, പനി, ഒരു ജ്വരഹര ഔഷധമായിട്ടാണ് ആയുർവേദം ഇതിനെ പറയുന്നത്. രക്തശുദ്ധി, നേത്രരോഗങ്ങൾ, അതിൽ തിമിരം, ചെങ്കണ്ണ് തുടങ്ങിയിട്ടുള്ളതും ശരീരത്തിലെ നീരകറ്റാനും മൂക്കിലെ ദശവളർച്ചയ്ക്കൊക്കെ ഉത്തമമായിട്ടുള്ളതാണ്. ലിറ്റിൻ അയൺ വീഡ് അഥവാ പർപ്പിൾ ഫ്ലീ ബെയിൻ എന്നുള്ളതൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്ത്രീകൾ തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്നതും പൂജകൾക്കൊക്കെ മറ്റും പ്രധാനമായിട്ടുള്ളതാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നുകൂടിയാണ്. നീല നിറത്തിലാണ്, ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ഒന്നാണിത്. പൂവാങ്കുരുന്നില ആയുർവേദത്തിലെ പ്രധാന മരുന്നായിട്ട്, പല രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം വെർമോണിയ സിനേറിയ എന്നുള്ളതാണ്. പൂവാങ്കുരുന്നിലയുടെ ഇലയും വേരും പൂവും ഒക്കെ തന്നെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനുമായിട്ട് ഈ പൂവാങ്കുരുന്നിലയുടെ നീര് ചേർത്തിട്ട് കൺമഷിയായി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. രക്തത്തിലെ ടോക്സിൻസുകളെയൊക്കെ തന്നെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതും രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും, അല്ലെങ്കിൽ അവരുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള മുഴകൾ, ഫൈബ്രോയിഡ് പ്രശ്നങ്ങൾ, PCOD എന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. അതുപോലെ അമിതമായിട്ട് കുടവയറുണ്ടെങ്കിലോ അത് മാറ്റാനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ഇതിനൊക്കെ പല പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് അറിയാം. ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട ചരകസംഹിതയിൽ ജ്വരഹരം, അതായത് പനിക്കുള്ള നല്ലൊരു മരുന്നാണ് പൂവാങ്കുരുന്നില എന്നുള്ളതാണ് പറയുന്നത്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വീക്കം കാരണമൊക്കെ തന്നെ മൂത്രം ശരിയായിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുള്ളവർക്കും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രനാളിയിൽ വരുന്ന അണുബാധ പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ വളരെ നല്ലൊരു ഔഷധമാണ്. ഒരു നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ആണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഒരു ഇൻഫ്ലമേഷനും ഒരു ഇൻഫെക്ഷനും ഉണ്ടാവും എന്നുള്ളതാണ്. ആ സമയത്ത് ഇതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കഴിവ് ഇതിനുണ്ട്. അതായത് ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലോ മറ്റെന്തെങ്കിലും അസുഖമാണെങ്കിലോ അത് ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ശരീര താപനില കൂട്ടുകയും ഒരു പനി പോലെയൊക്കെ തന്നെ ശരീരത്തിൽ ഒരു പനിക്കോളൊക്കെ വരാറുണ്ടല്ലോ, ദേഹം വേദനയൊക്കെ തന്നെ, അതിനെ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ പൂവാങ്കുരുന്നില ഉപയോഗിക്കുന്നത്. മൈഗ്രെയിൻ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡിലുള്ള തലവേദന വരാറുണ്ടല്ലോ, ചിലർക്ക് ഇടത് സൈഡിൽ മാത്രമായിട്ടൊരു തലവേദന വരുന്ന സമയത്തോ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇടത് സൈഡിലാണ് തലവേദന എന്നുണ്ടെങ്കിൽ വലത് കൈയുടെ ഈ ഒരു പെരുവിരൽ, അല്ലെങ്കിൽ ഇതിനെ തമ്പ്, ഈ ഒരു വിരലിൽ ഈ പൂവാങ്കുരുന്നില മുഴുവനായിട്ട് എടുക്കുക. സമൂലമാണ് എല്ലാത്തിനും നമ്മൾ എടുക്കാറ്. വേരും ഇലയും പൂവും കായും എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലിട്ട് ഞെരടി എടുത്തിട്ട് ഈ വിരലിന് ചുറ്റും നന്നായിട്ട് ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടിവെക്കുക. ഇനി കുറഞ്ഞ സമയം ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഈ തലവേദന നിശേഷം ശമിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് നീരിറക്കം, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിലോ അതിനുമുണ്ട് പ്രതിവിധി. ഇത് നിങ്ങൾക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കാം. അതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മുടി കൊഴിച്ചിൽ അധികമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താരൻ പോലുള്ള പ്രശ്നങ്ങളുണ്ട്, മുടിയുടെ ബലം കുറഞ്ഞ് വളരെ തിന്നായിട്ട് നേർത്തതായിട്ട് വരുന്നുണ്ട്, മുടിക്ക് വേണ്ടത്ര തന്നെ കറുപ്പ് കളറിൽ ഇടയ്ക്കിടയ്ക്ക് നരയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നം, ഇത് വാർദ്ധക്യം എത്തുന്നതിന് മുൻപ് തന്നെ അകാലത്തിൽ നരയ്ക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന എണ്ണക്കൂട്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ്. ഒരു 250 ഗ്രാം വീതം മതി പൂവാങ്കുരുന്നിൽ. അത് നമുക്ക് എടുത്തിട്ട്
ഒന്ന് ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് മണ്ണൊക്കെ കളഞ്ഞ് സമൂലം തന്നെ ഇടിച്ച് ചതച്ചെടുക്കാം. അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ സ്വരസ അല്ലെങ്കിൽ നീരെടുക്കാം. അതിൻ്റെ അതേ അളവിൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അതേ അളവിൽ തന്നെ ഓയിലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാധാരണ നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു എണ്ണയുടെ പാകം ഉണ്ടല്ലോ, അതെത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ എണ്ണ ഉപയോഗിക്കാം. ഇനി മുക്കുറ്റി കിട്ടുന്നവരാണെങ്കിലും മുക്കുറ്റിയും കൂടെ ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല കറുപ്പോടുകൂടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് നല്ല സമൃദ്ധമായിട്ട് മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് നീരിറക്കം അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുള്ളവർക്ക് മാറാനും വരാതിരിക്കാനും ഇത് സഹായിക്കും. ഇനി പീരീഡ്സ് ഒന്നും തന്നെ റെഗുലറായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ PCOD, ശരീരത്തിൽ ഫൈബ്രോയിഡ് സ്ത്രീകൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത് ഒരു പുളിങ്കുരുവിൻ്റെ വലുപ്പത്തിൽ ഈ ഔഷധം അല്ലെങ്കിൽ പൂവാങ്കുരുന്നിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ആ ഒരു വലുപ്പത്തിലാക്കിയിട്ട് ഉടനെ തന്നെ കറന്നെടുത്ത പശുവിൻ പാല് തന്നെ വേണം. ആ കറന്നെടുത്ത ഉടനെ കാച്ചിയെടുത്ത് അതിൽ ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വഴിയാണ്. പൂവാങ്കുരുന്നിൽ ഒരു 20 ഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരച്ചെടുത്ത് വെച്ചത് ഇത് നിങ്ങൾക്ക് അല്പം 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു പാനീയമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദിവസേന കുടിക്കുന്ന പാനീയമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് അത് കുടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കണം. ഊതി ഊതി കുടിക്കണം. മുഹുർ എന്നുള്ളൊരു വേർഡാണ് നമ്മൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഊതി കുടിക്കണം എന്ന് വെച്ചാൽ അത്രയും തണുത്ത് പോകരുത്. ആ ഒരു ചൂടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മൂത്ര തടസ്സമുള്ളതിലും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വീക്കം കൊണ്ടൊക്കെ മൂത്രം ഒഴിഞ്ഞു പോകാത്ത പ്രശ്നമാണ്. ഇതൊരു ഡയോററ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും ഇല്ലാതാക്കാനും ഇത് ഒഴിഞ്ഞ് ശരീരത്തിൽ നിന്ന് പോവാനൊക്കെ സഹായിക്കുന്ന ഒരു വഴിയാണ്. പാനജലം അല്ലാതെ തന്നെ ഒരു 60 ഗ്രാം 1/2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ച് ഒരു 125 ml ആയിട്ട് വറ്റിച്ചെടുത്തിട്ട് പിന്നീട് അതൊരു പകുതി ഒരു 60 ഗ്രാം ഏകദേശം വരുന്ന രീതിയിൽ രാവിലെയും വൈകിട്ടും ഒരേ നേരത്ത്, ഇപ്പോൾ ഒരു 6 മണിക്ക് കഴിക്കുകയാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക്, അതുപോലെ ഭക്ഷണത്തിന് ഒരു 1/2 മണിക്കൂർ മുൻപ് ഇത് കഷായം വെച്ചിട്ട് പാനജലം അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ശരീര താപനില കൂടിയിട്ടുണ്ടാവുന്നത് ഇപ്പം പനിയുടെ ഭാഗമായിട്ടോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വരുന്നവർക്ക് കഷായ രൂപത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള പൂവാങ്കുരുന്നില ക്യാൻസർ രോഗം തടയാൻ പര്യാപ്തമായ ഒന്നാണെന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇതുകൊണ്ട് തന്നെ ഗർഭാശയ മുഴകളും തലയിലെ ട്യൂമറും ഒക്കെ തടയാൻ നല്ലതാണ്. ഗർഭാശയ സംബന്ധമായ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഇത് സമൂലം. അതായത് വേരോടുകൂടി പറിച്ചെടുത്ത് മുഴുവൻ സസ്യവും ചതച്ച് കിഴി കെട്ടി ചോറിനായി അരി തിളപ്പിക്കുമ്പോൾ ഇതിലിട്ട് തിളപ്പിക്കുക. പിന്നീട് കഞ്ഞിയാക്കി ഇത് കിഴിയോടെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഇത് കുടിക്കുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. ശരീരത്തിലുണ്ടാവുന്ന ട്യൂമർ പോലുള്ള മറ്റെന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ തടയാൻ നല്ലതാണ്. പിന്നെ മൂക്കിൽ ദശ വരുന്നുണ്ടെങ്കിൽ പൂവാങ്കുരുന്നില മുക്കുറ്റിയുമായി ചേർത്ത് അരച്ച് തലയിലിടുന്നതൊക്കെ വളരെ നല്ലതാണ്. സൈനസ് പ്രശ്നത്തിനും ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. കണ്ണിൻ്റെ കാഴ്ചശക്തിയും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കും ഉത്തമമായിട്ടുള്ള മരുന്നാണ്. അതുകൊണ്ട് തന്നെ കൺമഷി ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ പൂക്കളും ഇലയും നല്ലപോലെ ഞെരടി കരട് നീക്കി നീര് കണ്ണിലൊഴിക്കുന്നതും അല്ലെങ്കിൽ മുലപ്പാലും ചേർത്തൊക്കെ ഒഴിക്കുന്നതൊക്കെ നല്ലതാണ്. മെനോപോസ് പോലെ സ്ത്രീകളിൽ ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിൻ്റെ താപനില കൂടുന്ന സാഹചര്യവും അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള ദോഷങ്ങൾ കൂടുമ്പോൾ ശരീര താപനില കൂടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാനജലം പോലെ തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമ, ജലദോഷം, മൂക്കൊലിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് ഒരു സ്പൂണിലേക്ക് തേനും ചേർത്തോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തോ, ഏറെ നല്ലത് തേന് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെ കഴിക്കുന്നത് നല്ലൊരു കപ്പ് സിറപ്പും ടേസ്റ്റും ഒക്കെ വളരെ നല്ലതാണ്. ഒരു സിറപ്പ് രീതിയിൽ തന്നെ അവർക്ക് കുടിക്കാനോ ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ വേദന സംഹാരികളെ മാത്രമേ ഉപയോഗിക്കൂ എന്ന് വാശി പിടിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. പിന്നെ പൂവാങ്കുരുന്നൽ, തുമ്പപ്പൂവ്, തുളസിയില, കുരുമുളക്, പാവട്ടത്തളിര്, ഈ മരുന്നുകളൊക്കെ സമം എടുത്ത് അരച്ച് ഗുളികയാക്കി തണലത്ത് വെച്ച് ഉണക്കിയൊക്കെ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന എല്ലാവിധ പനിയും കുറയ്ക്കുമെന്ന്
സംവത്സരയോഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ചെങ്കണ്ണിന് പൂവാങ്കുറുന്നലും ചന്ദനവും പാലിൽ ചതച്ചിട്ട് ആ പാൽ അരിച്ചെടുത്ത് കണ്ണിലൊഴിക്കുകയോ ഇതിൻ്റെ ഇല ചതച്ച് മുലപ്പാലിലോ പശുവിൻ പാലിലോ ഇട്ടിട്ട് ആ പാൽ അരിച്ചെടുത്ത് കണ്ണിൽ ഇറ്റിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാം എന്നുള്ളതും ഒക്കെ തന്നെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ്. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കഷായം വെച്ച് കുടിക്കുന്നതും അതുപോലെ തന്നെ പാനജലമായിട്ട് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സിറപ്പ് രൂപത്തിൽ ഉപയോഗിക്കുന്നതും ഒക്കെയാണ്. ഇനി ഇത് ഇങ്ങനെ ഒരു ഔഷധം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഉപയോഗിക്കുന്നതായിരിക്കും. എങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്ത വീഡിയോ ആണ്. ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.